എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള വന്ദനം. വീണ്ടും നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ചാൻസുകൾ തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. കള്ളത്തിന് ഭയങ്കര സ്പീഡാ. ഒരു കള്ളത്തരം വേഗത്തിൽ കാട്ടുതീ പോലെ പരക്കും. എന്നാൽ സത്യത്തിന് വളരെയധികം സഹനശക്തിയുണ്ട്. ഒന്നുകൂടി പറയാം, കള്ളത്തരത്തിന് ഭയങ്കര വേഗതയാണ്, ലോകം മുഴുവൻ അറിയും. സത്യമോ അത് വേഗത്തിൽ ചലിക്കില്ല, എന്നാൽ അതിന് വളരെയധികം സഹനശക്തിയുണ്ട്. എന്നാൽ ഒടുവിൽ സത്യം പുരമുകളിൽ ഘോഷിക്കപ്പെടും. അതാണ് ജോസഫിന്റെ ചരിത്രം. താൻ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് തൊണ്ടി മുതലോടുകൂടി നിന്നുകൊണ്ട് ആ സ്ത്രീ നാട് മുഴുവൻ അറിയിച്ചു. ജോസഫിനെ പിടിച്ച് ജയിലിൽ വർഷങ്ങളിട്ടു. എന്നാൽ ആ ജയില് തന്നെ ജോസഫിനെ അടുത്ത പ്രമോഷനിലേക്ക്, ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രമോഷനിലേക്ക് അത് കൊണ്ടുപോയി. ജോസഫ് അതിനെക്കുറിച്ച് അവൻ മന്ത്രിയായ ശേഷം പോത്തിഫേറിനെയോ പോത്തിഫേറിന്റെ ഭാര്യയെയോ ശിക്ഷിച്ചതായിട്ട് കാണുന്നില്ല. ജോസഫിന് വേണമെങ്കിൽ പോത്തിഫേറിനെയും ഭാര്യയെയും ശിക്ഷിക്കാം. എന്നാൽ ജോസഫിന് മനസ്സിലായി, ഈ കള്ളത്തരങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഗുണമായത്. ജോസഫിന് ഇപ്പോൾ അധികാരമുണ്ട്. ജോസഫ് എന്ത് പറയുന്നു അതാ രാജ്യത്ത് നടക്കുന്നത്. ജോസഫിന്റെ കയ്യിലാണ് രാജാവിന്റെ മുദ്രാമോതിരം. എന്ത് കാര്യത്തിനും തീരുമാനമെടുക്കാൻ ജോസഫിന് കഴിയും. പോത്തിഫേറിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല. ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഉത്തരവിട്ടില്ല. ജോസഫ് അങ്ങോട്ട് തിരിയുന്നില്ല. ജോസഫ് അതിനെ ന്യായീകരിക്കുന്നുമില്ല. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പറയുന്ന കള്ളത്തരം വളരെ വേഗത്തിൽ പരക്കപ്പെടുമ്പോൾ നിങ്ങൾ തളരരുത്. അതൊരു നന്മയായിട്ടൊരു ദിവസം നിങ്ങളുടെ ഉയർച്ചയായിട്ട് ദൈവം അത് മാറ്റും. ധൈര്യപ്പെടുക. ആരോടൊക്കെയുള്ള കർത്താവിൻ്റെ ഒരു ആലോചനയാണ്. ബലപ്പെടുക. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരാം. 30-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 13:30. ഏതാണ് ചരിത്രം? പൗലോസ് ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഒരു ചാൻസിന് വേണ്ടി കാത്തിരുന്ന് ഒടുവിൽ പ്രസംഗിക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ ഒരു പ്രസംഗം പറയുന്ന ആ പ്രസംഗത്തിന്റെ ഒരു ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 30-ാം വാക്യത്തിൽ, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതായത് യേശു ദൈവത്തിന്റെ ജനത്തിലേക്ക് തന്നെ വന്നു. ദൈവം തെരഞ്ഞെടുത്ത അബ്രഹാമിന്റെ തലമുറയിലേക്ക്, ദൈവം വാഴിച്ച രാജകുടുംബത്തിലേക്ക് വന്ന യേശുവിനെ പിതാക്കന്മാരെ അംഗീകരിച്ചതുപോലെ ഒന്നും അംഗീകരിക്കാതെ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു. എന്നാൽ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 31-ാം വാക്യം, അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിനം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. പ്രത്യക്ഷപ്പെട്ട ആരുടെയെല്ലാം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി. അവരൊക്കെ ഇവിടെ സാക്ഷികളാണ്. പൗലോസിന്റെ കാലത്ത് യേശുവിനെ നേരിട്ട് 40 ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം കണ്ട പലരെയും പൗലോസ് ഇന്റർവ്യൂ ചെയ്തു. എങ്ങനെയാണ് കണ്ടത്? ഏത് രൂപത്തിലാണ്? പൗലോസിനെല്ലാം അറിയണം. ഒരാളല്ല, 500-ലധികം പേരത് കണ്ടു. യേശു തെളിയിച്ചു, മരണത്തിനപ്പുറം ഒരു ഉയർപ്പുണ്ട് എന്ന് യേശു തെളിയിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. കേൾക്കുന്നവർ രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കുമ്പോൾ, അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ കല്ലറയിലുള്ളവർ പുതിയൊരു ശരീരവുമായിട്ട് ആദ്യം ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാമോ രൂപാന്തരപ്പെടും.
ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് യേശു 40 ദിവസം ഈ ശിഷ്യന്മാരുടെ കൂടെ തന്നെ കിടന്ന് കറങ്ങുന്നത്. പീലാത്തോസിന്റെ വീട്ടിൽ ചെന്നില്ല, ഹെരോദാവിനെ കാണിച്ചില്ലടാ ഞാനിവിടെ ഉണ്ടടാ എന്ന് പറഞ്ഞില്ല. തൻ്റെ കൂടെ തിന്നും കുടിച്ച് നടന്നവരോട് കൂടെ തന്നെ പറഞ്ഞു, പാവങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം, നിങ്ങൾ മഹിമ കണ്ട സാക്ഷികളാകണം. അതുകൊണ്ട് ആ പത്രോസൊക്കെ പറഞ്ഞു, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയില്ല. പിന്നത്തേതിൽ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ ആദിയിലുള്ളതും ഞങ്ങൾ നോക്കിയതും കണ്ടതും തൊട്ടതും ആയ ജീവന്റെ വചനമെന്ന് പറഞ്ഞു. അവരെല്ലാം ഉയർപ്പ് എന്നൊരൊറ്റ കാര്യമാണ് അവരുടെ എല്ലാ ജീവിതത്തെ ചപ്പും ചവറുമായി എണ്ണി അവരതിനു വേണ്ടി ജീവിതം കൊടുത്തത്. മരണത്തിനപ്പുറം ഒരു ജീവിതം ആരംഭിക്കുകയാണെന്ന്. മരണാനന്തര ജീവിതമെന്ന യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം വെച്ചിരിക്കുന്ന നിത്യമായ സ്വർഗീയമായ അനുഭവങ്ങൾ ഉണ്ടെന്ന്, വരുവാനുള്ള നിത്യ തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഒന്ന് കുറയെ 39 അടി 5 വട്ടം, കടലിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, പട്ടിണി, പൈതാഹം, എന്തെല്ലാം വിഷയങ്ങളാണ്. എല്ലാം സഹിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഉണ്ടായിട്ട് സകല സഭയെക്കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്ക്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. കാരണം സഭയെ ചേർക്കാനാണ് യേശു വരുന്നത്. പൗലൂസ് പറയുകയാണ്, എനിക്ക് യേശുവിനോട് ചേരുന്നതാണ് ഇഷ്ടം, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പൊ പോകുന്നില്ലെന്ന്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുന്നത് അത്യുത്തമമാണ്. നിങ്ങളെ വിചാരിച്ച് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പ്രയോജനം വരാൻ, നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകാൻ, നിങ്ങൾക്ക് കുറച്ച് വചനം തെളിയിച്ചു തരാൻ, ഞാൻ പ്രാപിച്ചത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ വളരുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇനിയും തല്ലുകൊള്ളാനായിട്ട് ഈ ഭൂമിയിൽ നിൽക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഉപദ്രവം സഹിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ജയിലിൽ കിടക്കുകയാണ്. ഞാനെല്ലാം സഹിക്കുന്നത് ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തമാണ്. ഇസ്രായേലിന്റെ പ്രത്യാശ എന്താണ്? മശിഹ വരും. വന്നിട്ട് അവർക്ക് മനസ്സിലായില്ല, ഇപ്പോഴും ഒരു മശിഹ വരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആ 3-ാം ലോക മഹായുദ്ധമാണോ അന്തിക്രിസ്തുവിന് എതിരായിട്ടുള്ള വരുന്ന ആ യുദ്ധം, ആ യുദ്ധത്തിന്റെ ഒടുവിൽ ഇസ്രായേൽ മുന്നോട്ട് പോകാൻ കഴിയാതെ മശിഹായി എന്ന് വിളിക്കുമ്പോൾ യേശു വരുന്നതാണ് പിന്നെ നടക്കാൻ പോകുന്ന സംഭവം. യേശു 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്ന് ഹാനോക്ക് യൂദായുടെ ലേഖനത്തിൽ പറയുന്നു. ആ 1000 വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകും. മധ്യാകാശത്തിൽ നിന്ന് പ്രതിഫലങ്ങളെല്ലാം പ്രാപിച്ച് യേശുവിൻ്റെ ഒപ്പം ഈ ഭൂമിയിലേക്ക് വരുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പുള്ള ഏറ്റൊടുവിലത്തെ യുദ്ധം, നിന്ദകളും എല്ലാം നീക്കുന്ന ഒരു യുദ്ധം, പിശാചിനെ തോൽപ്പിക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിലേക്ക്, ആ യുദ്ധത്തിന് വേണ്ടി യേശു വരുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മളും ഉണ്ട്. വേദപുസ്തകം വായിക്കുന്നവർക്കായി സ്തോത്രം. ഈ സത്യങ്ങളാണ് നമ്മെ ബലപ്പെടുത്തി നിർത്തുന്നത്. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായിട്ട് അവരെല്ലാം അവർ ഇപ്പോൾ ജനത്തിന്റെ മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. 31-ാം വാക്യം. 32, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദൈവം വാഗ്ദത്തം നിവർത്തിച്ചു. മരണത്തിനപ്പുറം ജീവിതമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കില്ല. ഒരു രാജാവ് നീണാൾ വാഴും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഈ വാക്കുകൾ പാലിക്കുവാൻ ദൈവം സ്വന്തം പുത്രനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യ യാഗമായി തീർന്നിട്ട് സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യുമെന്ന
യെശയ്യാ പ്രവചനം 53 ആ പ്രവചനങ്ങളെല്ലാം യേശു ക്രിസ്തുവിലൂടെ നിവർത്തിയായി. വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി പിശാചിനെ പരസ്യ കോലമാക്കി. പിശാചിന്റെ എല്ലാ പദ്ധതികളെയും അടിയറ പറച്ചു. ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് എതിരെയുള്ള ഒരായുധത്തിന് ശക്തിയില്ലെന്ന്. മന്ത്രവാദത്തിന് ശക്തിയില്ല, പിശാചിന്റെ നുണയ്ക്ക് ശക്തിയില്ല, പിശാചിന്റെ തന്ത്രങ്ങൾക്ക് ശക്തിയില്ല, പിശാചിന്റെ കൂട്ടായ്മയ്ക്ക് ശക്തിയില്ല, പിശാചിന്റെ പദ്ധതികൾക്ക് ശക്തിയില്ല. പിശാചിന്റെ കൂടെ നിൽക്കുന്നവർക്കും ഈ ദൈവശക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, ദേഹത്തെ കൊന്നിട്ട് ഉയർപ്പിച്ചിട്ട് നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെട്ടാൽ മതിയെന്ന്. അപ്പൊ മരണത്തെ പോലും പേടിക്കണ്ട, കാരണം മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകും. അവനവൻ ചെയ്യുന്നതിനനുസരിച്ച് ന്യായവിധിയും അല്ലെങ്കിൽ നരകവും സ്വർഗവും ഓരോ വ്യക്തികൾക്ക് വെച്ചിട്ടുണ്ടെന്ന് വേദപുസ്തകത്തിലൂടെ യാത്ര ചെയ്യാം. കർത്താവിനെ ബലത്തോടെ മുറുകെ പിടിക്കാം, കർത്താവിൽ മാത്രം ആശ്രയിക്കാം. ദൈവം തന്ന കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാം, ദൈവം തന്ന കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്താം, ദൈവം തന്ന ദിവസങ്ങളെല്ലാം നന്നായിട്ട് പ്രയോജനപ്പെടുത്താം. തങ്ങൾ ഏകാഗ്ര ചിത്തരായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും യേശു പരിഹാരകൻ. കർത്താവിൻ്റെ വരവിന് മുമ്പ് കർത്താവിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പൗലോസ് കിട്ടിയ ചാൻസ് കൊണ്ട് യേശുവിൻ്റെ ഉയർപ്പ് വരെ അവിടെ പ്രസംഗിച്ചു. യഹൂദന്മാർക്ക് അതൊന്നും കേട്ട ഇഷ്ടമല്ല. എന്നാൽ ആ ചാൻസ് മുഴുവനും മുതലെടുത്ത് പൗലോസ് എല്ലാവരോടും സുവിശേഷം അറിയിച്ചു. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശ്വാസം, ആരെങ്കിലും സംസാരിക്കുന്നിടയിൽ ശ്വാസം വിട്ടു കഴിയുമ്പോൾ ആ ഗ്യാപ്പിൽ കയറി യേശു എന്നുള്ളൊരു വാക്ക് പറഞ്ഞുകൂടെ? ഇടക്കൊന്ന് യേശുവിനെ പ്രസന്റ് ചെയ്യാൻ ഒരു അവസരം ജ്ഞാനത്തോടെ കണ്ടുപിടിച്ചൂടെ? അതിനായി നമുക്ക് ഒരുങ്ങാം, കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൽ നമുക്ക് ബലപ്പെടാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വചനങ്ങൾ കേട്ടവർക്ക് ഇതൊരു വിടുതലാകട്ടെ. യേശുവിൻ്റെ വരവിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. കർത്താവെ, അങ്ങ് പോയതുപോലെ തിരിച്ചു വരും. ഈ ഭൂമിയും അതിൻ്റെ പണികളും വെന്തു പോകുന്നതിന് മുമ്പ് നോഹയുടെ കാലം പോലൊരു കാലം വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നീതിപ്രസംഗിയായ നോഹയെ പോലെ എല്ലാവരോടും ഈ സത്യമൊന്ന് പറയുവാൻ, ഈ ജീവന്റെ വചനം എല്ലാവർക്കും കൈമാറാൻ കർത്താവ് കൃപ നൽകണമേ. അതിനുള്ള പാഷൻ, അതിനുള്ള വിശ്വാസം, അതിനുള്ള പ്രോഗ്രാം, അതിനുള്ള തീവ്രത എല്ലാം ഞങ്ങൾക്ക് തരണമേ. ഈ മക്കൾ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കുടുംബജീവിതവും കുഞ്ഞുങ്ങളും അവരുടെ ഭാവിയും അനുഗ്രഹമാകട്ടെ. അങ്ങയുടെ രാജ്യനീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടി എല്ലാ കാര്യത്തിന്മേലൊരു പരിഹാരമുണ്ടല്ലോ. ഈ മക്കൾക്ക് അത് കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശുവിന് വേണ്ടി നിന്നാൽ മതി, യേശുവിന് വേണ്ടി സംസാരിച്ചാൽ മതി, യേശുവിന് വേണ്ടി ജീവിച്ചാൽ മതി. യേശു അറിഞ്ഞ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. നാം നമുക്ക് വേണ്ടി ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കേണ്ട. കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്കെല്ലാം നീക്കുപോക്കുണ്ടാകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ഉപവാസ പ്രാർത്ഥന രാവിലെ, വ്യാഴാഴ്ച രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വരണം. വ്യക്തിപരമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതുകൂടാതെ ഞായറാഴ്ച നമുക്ക് 8 മണിക്ക് സഭായോഗമുണ്ട്. അതിനെക്കുറിച്ച് വീണ്ടും ശനിയാഴ്ച പ്രാർത്ഥനയിൽ പറയുന്നതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ബന്ധപ്പെടുന്നു. കർത്താവിൻ്റെ വരവിന് മുമ്പ് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനായി ഒരുങ്ങാം. ഗോഡ് ബ്ലെസ് യു. ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്ത്
again.